Good morning. നമ്മൾ മാത്സിനെ കണ്ടിന്യൂ ചെയ്ത് മാത്സ് നമ്മൾ തേർഡ് ക്വസ്റ്റ്യൻ പ്രോബിലിറ്റിയിൽ തന്നെ തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. One is asked to say a two-digit number. What is the probability of it being a perfect square? ഓക്കെ, അപ്പോൾ എന്താണ് ഒരാൾ 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ അയാൾ പറയുന്ന ഡിജിറ്റ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് 2 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് എത്ര വരെയാണ്? 2 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത് 10 തുടങ്ങിയാണ് അല്ലേ. 1 2 3 4 ഒക്കെ 1 ഡിജിറ്റ് നമ്പറാണ്, ഒരു ഡിജിറ്റേ ഉള്ളൂ. അപ്പോൾ രണ്ടക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 2 അക്കങ്ങൾ വരും അല്ലേ. അപ്പോൾ 10 തുടങ്ങി 99 വരെയാണ് എന്ത് ഉള്ള 2 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, 10 തുടങ്ങി 99 വരെയുള്ള 2 ഡിജിറ്റ് നമ്പേഴ്സിൽ എത്ര പെർഫെക്റ്റ് സ്ക്വയറുകളെന്നാണ് ചോദ്യം. പെർഫെക്റ്റ് സ്ക്വയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അല്ല സോറി, 2 അല്ല 4. കാരണം എന്താ, 2 × 2 ആണ് 4. പിന്നെ അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് 4 9. ഓക്കെ, പിന്നെ 16. അപ്പം 2 സെയിം നമ്പർ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം 2 × 2 4, അതേപോലെ തന്നെ 3 × 3 9, 4 × 4 16, 5 × 5 25, 6 × 6 36, 7 × 7 49, 8 × 8 64, 9 × 9 81. ഓക്കെ, എത്ര വരെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ? ഇപ്പം 10 × 10 100 വരും, അത് 3 ഡിജിറ്റ് നമ്പർ ആവും അല്ലേ. അപ്പം ഈ 10ൻ്റെ 99ൻ്റെ ഇടയ്ക്കുള്ള പെർഫെക്റ്റ് സ്ക്വയറുകളുടെ എണ്ണം നോക്കാം നമുക്ക്. ഓക്കെ, അതിന് മുമ്പ് എന്ത് നോക്കണം? ഈ 10നും 99നും ഇടയ്ക്ക് എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണ്ടേ, എന്നാലും നമുക്ക് പ്രോബിലിറ്റി ചെയ്താൽ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചു, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു ഒരു റേഞ്ച് തന്നു കഴിഞ്ഞാൽ അല്ലേ. ഇങ്ങനെ റേഞ്ച് തന്നു കഴിഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് ടേംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 ഒരു ഫോർമുല പഠിച്ചു അല്ലേ. ലാസ്റ്റ് ടൈം എത്രയാണ്? 99 മൈനസ് ഫസ്റ്റ് ടേം 10 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് എത്രയാണ്? എല്ലാവരും 1 ആണ് അല്ലേ. 10 11 12 13 14 ആവുമ്പോൾ വ്യത്യാസം എന്ത്? ഒരു ഡിജിറ്റ് ആണ് വ്യത്യാസം എന്ത്? 1 + 1. അപ്പം 99 മൈനസ് 10 എന്ന് പറയുമ്പോൾ 89 അല്ലേ. 89 ബൈ 1 എന്ന് പറയുമ്പോൾ നമ്മൾ കുഴപ്പം 89 തന്നെ പ്ലസ് 1 ഇസ് ഈക്വൽ ടു എത്രയാണ്? 90 അല്ലേ. 90 ആണ് ഒരു ടേംസ്. അപ്പോൾ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടാവും? 90 നമ്പർ ഓഫ് ടേംസ് ആയിരിക്കും ഈ ഒരു സീക്വൻസിലുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ഓർത്താലും മതി. ഇങ്ങനെ ഈ ഫോർമുല കിട്ടിയാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓർക്കുക. ഈ 10ന് മുമ്പ് എത്ര നമ്പേഴ്സ് ഉണ്ട്? 10ന് മുമ്പ് 1 to 9 ഉണ്ട് അല്ലേ. 1 to 9 നമ്പർ ഉണ്ട്. നമ്മൾ 100ന് ഒരെണ്ണോടെ ഉണ്ട് അല്ലേ. അപ്പോൾ മൊത്തം എത്ര നമ്പർ അതിൽ നിന്ന് കുറയ്ക്കണ്ടേ? മൊത്തം 10 നമ്പർ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ നമ്പർ ഓഫ് ടേംസ് കിട്ടും. കാരണം 10ൻ്റെ 99 ഇടയ്ക്കാണ് അല്ലേ. അപ്പോൾ 10 തുടങ്ങി 99 വരെയുള്ള എല്ലാ നമ്പേഴ്സും വേണം. അപ്പോൾ ആകെ എന്താണ് അതിലില്ലാത്തത്? എന്താണ്? 1 തുടങ്ങി 9 വരെയും പിന്നെ 100 എന്ന സംഖ്യ മാത്രമാണ് ഇല്ലാത്തത് അല്ലേ. അതുകൊണ്ട് ഫസ്റ്റ് 1 to 9 എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 തുടങ്ങി 9 വരെ 9 നമ്പേഴ്സ് ഉണ്ട് അല്ലേ. ഇവിടെ ഒരു 9 നമ്പേഴ്സ് ഉണ്ട്. മുമ്പിൽ ഇവിടെ ഒരു 100ന് ഒരു നമ്പറും ഉണ്ട്. അപ്പം 1 തുടങ്ങി 100 വരെ മൊത്തം 100 സംഖ്യകളാണെന്ന് അറിയാലോ. അതിൽ എത്ര മൈനസ് ചെയ്യണം? ഇവിടെ ഒരു 10ന് മുമ്പുള്ള 9 സംഖ്യ ഇല്ല, 99 ശേഷം ഒരു സംഖ്യ ഇല്ല. അപ്പോൾ മൊത്തം 10 സംഖ്യകളില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഈ 100ൽ നിന്ന് ആ 10 കുറച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് 90 തന്നെ കിട്ടും. ഓക്കെ, അങ്ങനെ രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇതിപ്പോൾ യൂസ് ചെയ്തത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ച ഇക്വേഷൻ ഒന്നുകൂടെ ഓർക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. എന്താ നിങ്ങൾ ആ ഇക്വേഷൻ പഠിക്കണമല്ലോ. എങ്ങനെ വരുമ്പോഴും ഇതിന് ഓർമ്മ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഇക്വേഷൻ യൂസ് ചെയ്തത്. എന്താണ്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡ് ബൈ കോമൺ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എല്ലാവരും 1 വെച്ചില്ല ഡിഫറൻസ്. 10 11 12 13 14 അങ്ങനെ 1 ആണ്. അത് പ്ലസ് 1. ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. നമ്പർ ഓഫ് ടേംസ് ഇക്വേഷൻ മറന്നു എനിക്കറിയില്ല. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം അവസാനത്തെ സംഖ്യ മൈനസ് ആദ്യത്തെ സംഖ്യ ബൈ കോമൺ ഡിഫറൻസ് ഡി പ്ലസ് 1. ഓക്കെ, 1 കോമൺ ആണ് പ്ലസ് 1. ഓക്കെ, ഇതൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ ഇക്വേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ ഈ 90 ടേംസ് ആണ് കണ്ടുപിടിച്ചത്. അല്ലെങ്കിൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ 1 to 9 9 ടേംസ്, 99 കഴിഞ്ഞിട്ട് 100 1 ടേം ഉണ്ട്. അപ്പം മൊത്തം 10 ടേംസിൽ ഇല്ല. മൊത്തം 100 ടേംസിൽ നിന്ന് 10 ഇല്ല. 100ൽ നിന്ന് 10 കുറച്ച് കഴിഞ്ഞാലും നമുക്ക് 90 കിട്ടും. ഓക്കെ, നമുക്ക് നോക്കുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് കിട്ടി. എന്താണ്? 90 സംഖ്യ. അപ്പം 90 സംഖ്യയിൽ എത്ര എണ്ണമാണ് പ്രൈം നമ്പർ എന്നാണ് ചോദ്യം. ഓക്കെ, 90 സംഖ്യയിൽ എത്ര എണ്ണമാണ്
പ്രൈം നമ്പർ. ഓക്കെ, അപ്പോൾ പ്രൈം നമ്പർ അല്ല, പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ തന്നെയാണ് ചോദ്യം. ഇപ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ ഞാൻ പറഞ്ഞതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ 4 രണ്ട് നമ്പറുകൾ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പർ 1 2 × 2 4, 3 × 3 9, 4 × 4 16. പക്ഷെ നമുക്ക് ഇവിടെ 2 × 2 4ഉം 3 × 3 9ഉം എടുക്കാൻ പറ്റുമോ? എടുക്കാൻ പറ്റില്ല. കാരണം അതെന്താണ്? അതൊരു 1 ഡിജിറ്റ് നമ്പറാണ്. 4ഉം 9ഒക്കെ 1 ഡിജിറ്റ് നമ്പർ അല്ലേ. നമുക്ക് ആവശ്യം എത്ര തുടങ്ങിയാണ്? 10നും 99നും ഇടയിലുള്ള പെർഫെക്റ്റ് സ്ക്വയറുകൾ. അപ്പോൾ 2 × 2 4, 3 × 3 9, 4 × 4 16 തുടങ്ങിയ വരുള്ളൂ അല്ലേ. 9 ഒക്കെ 1 ഡിജിറ്റ് നമ്പറാണ്. പിന്നെ 4 ആണ് നമുക്ക് ചെയ്യാം. 4 × 4 16, പിന്നെ എന്ത് വരും? 5 × 5 25 വരും. 6 × 6 36 വരും. 7 × 7 49 വരും. 8 × 8 64 വരും. 9 × 9 81 വരും. പിന്നെ ഒരു 10 × 10 100 വരും അല്ലെ. 100 3 ഡിജിറ്റ് നമ്പർ ആവുകയും ചെയ്തു. അപ്പോൾ നമുക്ക് എത്ര ഉണ്ട്? നമ്മുടെ ഇതനുസരിച്ച് എത്ര നമ്പേഴ്സ് ഉണ്ട്? എത്ര നമ്പേഴ്സ് പെർഫെക്റ്റ് സ്ക്വയർ ആവാനുള്ള പ്രോബിലിറ്റി ഉണ്ട്? 1 2 3 4 5 6 നമ്പേഴ്സ് എന്തായാലും ഈ 10 to 99 ഇടയ്ക്ക് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി ഓഫ് ബീയിങ് എ പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? എത്ര നമ്പേഴ്സ് ഉണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളായിട്ട്? 1 2 3 4 5 6 അല്ലേ. 6 ഡിവൈഡ് ബൈ 90. ഓക്കെ, അതിനെ പറ്റിപ്പോൾ 2 3യുടെ ടേബിൾ വെട്ടി കഴിഞ്ഞാൽ 2/30 എന്ന് വരും അല്ലേ. 2/30 നമുക്ക് എങ്ങനെ വെട്ടി കുറയ്ക്കാം? 2/30 നമുക്ക് 1/15 ആയിട്ട് വെട്ടി കുറയ്ക്കാം. ഓക്കെ, ഇപ്പോൾ പ്രോബിലിറ്റി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/15 ആണ്. ഓക്കെ, അപ്പോൾ വലിയ നമ്പർ കിട്ടുമ്പോൾ നിങ്ങൾ ഏറ്റവും ചെറിയ ഫോമിലേക്ക് ആക്കാൻ ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനെ ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം. നമ്മളൊരാളോട് ഒരു 2 അക്ക നമ്പർ പറയാൻ പറയാണ്. ഓക്കെ, 2 ഡിജിറ്റ് നമ്പർ പറയാൻ പറയാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള നമ്പർ പറയാം അല്ലേ. 2 ഡിജിറ്റ് എന്ന് പറഞ്ഞാൽ 10 തുടങ്ങി 99 ഇടയിലുള്ള ഇഷ്ടമുള്ള നമ്പറുകൾ പറയാം. ഓക്കെ, അതൊരു പെർഫെക്റ്റ് സ്ക്വയർ. അയാൾ പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്നാണ് ചോദ്യം. ചാൻസ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ 10നും 99 ഇടയിൽ മൊത്തം എത്ര ടേംസ് ഉണ്ടെന്ന് ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ, എത്ര ടേംസ് ഉണ്ട്? മൊത്തം 90 ടേംസ് ആണ് ഉള്ളത്. ഓക്കെ, ഞാൻ 90 ടേംസിൽ എത്ര എണ്ണം പെർഫെക്റ്റ് സ്ക്വയറുകൾ ഉണ്ട്? പെർഫെക്റ്റ് സ്ക്വയറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 നമ്പറുകൾ ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ് പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. സെയിം ആയിട്ടുള്ള 2 നമ്പർ 2 പ്രാവശ്യം ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറുകൾ എപ്പോഴും പെർഫെക്റ്റ് സ്ക്വയറുകൾ. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ടത് 2 ഡിജിറ്റ് നമ്പറാണ്. അതുകൊണ്ട് നിങ്ങൾ 4ഉം 9ഉം ഒന്നും എഴുതാൻ പാടില്ല. കാരണം 4ഉം 9ഉം ഒക്കെ 1 ഡിജിറ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, മിസ്റ്റേക്കിൽ 4ഉം 9ഉം ഒക്കെ നിങ്ങൾ എഴുതും. ഓക്കെ, അപ്പോൾ അത് തെറ്റും. നമുക്ക് വേണ്ടത് 2 ഡിജിറ്റ് നമ്പറാണ്. 2 ഡിജിറ്റ് ആയിട്ടുള്ള പെർഫെക്റ്റ് സ്ക്വയർ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 × 4 16 അല്ലേ. അപ്പോൾ 4 × 4 16, പിന്നെ 5 × 5 25, 6 × 6 36, 7 × 7 49, 8 × 8 64, 9 × 9 എന്തോരും 81. അപ്പോൾ ഇത്രയും നമ്പറുകളല്ലേ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ എത്ര നമ്പർ ഉണ്ട്? 6 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ 6/19 എഴുതി. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്ത് 2/13 എഴുതി. വീണ്ടും 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 1/15 കിട്ടും. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് 1/15 ആണ്. ഇനി അടുത്തെന്ന് പറയുന്നത് numbers from 1 to 50 are written on slips of paper and put in a box. A slip is to be drawn from it, but before doing so, one must make a guess about the number, either prime number or a multiple of 5. Which is the better guess? Why? എന്നാണ് ചോദ്യം. അപ്പോൾ എന്താണ്? നമ്മൾ 1 മുതൽ 50 വരെ, ഓക്കെ, 1 മുതൽ 50 വരെ പേപ്പറിൽ എഴുതി നമ്മളൊരു ബോക്സിൽ ഇടുന്നു. ഓക്കെ, 1 മുതൽ 50 വരെ നമ്മൾ പേപ്പർ കഷ്ണങ്ങളിൽ എഴുതി ലോഡ് എടുക്കില്ല. അതുപോലെ പേപ്പർ കഷ്ണങ്ങളിൽ എഴുതി നമ്മളൊരു ബോക്സ് ഇട്ടു. ഓക്കെ, ആ ബോക്സ് നിങ്ങൾ ഷേക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? ഒരു പേപ്പർ എടുക്കുകയാണ്. അപ്പോൾ ആ പേപ്പർ പ്രൈം നമ്പർ ആവാനുള്ള ചാൻസ് കൂടുതലാണോ? വൺ മസ്റ്റ് ഗസ് അബൌട്ട് ദ നമ്പർ. എന്താണ് നമ്മൾ എടുക്കണേക്കാൾ മുമ്പ് ഗസ് ചെയ്യണം. അപ്പോൾ ഞാൻ എടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എടുക്കണേക്കാൾ ഞാൻ ഗസ് ചെയ്യാൻ പോവാണ്. അതൊരു പ്രൈം നമ്പർ ആണോ അതോ എന്താണ് ഒരു 5ന്റെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള നമ്പർ ആണോ എന്ന് ഞാൻ ഗസ് ചെയ്യാണ്. ഓക്കെ, ഗസ് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഏത് ഗസ് ആയിരിക്കും ബെറ്റർ എന്ന് നോക്കിയാൽ പ്രൈം നമ്പറിന് ഗസ് ചെയ്യുന്നതായിരിക്കും വിജയിക്കാനുള്ള സാധ്യത കൂടുതൽ. മൾട്ടിപ്പിൾ ഓഫ് 5ന് ഗസ് ചെയ്യുമ്പോഴായിരിക്കും ജയിക്കാനുള്ള സാധ്യത കൂടുതലാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് പ്രോബിലിറ്റി അറിയണം അല്ലേ. പ്രോബിലിറ്റി അറിയാനായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. എന്താ പ്രൈമറി 1 to 50 എത്ര പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോബിലിറ്റി അറിയണം. അതേപോലെ തന്നെ മൾട്ടിപ്പിൾ ഓഫ് 5ന്റെ പ്രോബിലിറ്റി അറിയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 to 50 നമ്പർ എഴുതിയിട്ട് കാണിച്ചു തരാം. ഓക്കെ,
നമ്പർ എഴുതി കഴിഞ്ഞ് പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഓക്കെ, അല്ലാണ്ട് നമ്മളിങ്ങനെ മണക്കാൾ കൂട്ടി കഴിഞ്ഞാൽ തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ എഴുതി ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ള നമ്പർ നമുക്ക് നമ്പർ മാറിക്കൊണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്താണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഗെസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? അപ്പോൾ പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ് നമ്മൾ ഇത്രയും നമ്മൾ ഓരോ സ്ലിപ്പുകളിലാക്കി ബോക്സ് ഇട്ടു. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ ഇതിൽ 1 to 50 ഏതെങ്കിലും നമ്പർ ആയിരിക്കും കിട്ടുക അല്ലേ? ഞാൻ റാൻഡായിട്ട് നമ്പർ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 തുടങ്ങി 50 വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും കിട്ടുക അല്ലേ? അപ്പോൾ ആ കിട്ടുന്ന നമ്പർ ഞാൻ അടുത്ത നമ്പർ എന്താണ്, ഇപ്പോൾ ഇതിൽ നിന്ന് ഒരു നമ്പർ ഞാൻ എടുത്തു. ആ നമ്പർ എൻ്റെ കയ്യിരിക്കുന്ന നമ്പർ ഒരു പ്രൈം നമ്പർ ആവാനുള്ള സാധ്യത കൂടുതലാണോ അതൊരു 5ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പ്രൈം നമ്പറിൻ്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം, മൾട്ടിപ്പിൾ ഓഫ് 5ന്റെ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ പ്രൈം നമ്പർ എന്താണ്? പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒന്നും ആ നമ്പർ മാത്രമേ അതിൻ്റെ ഫാക്ടറായിട്ട് വരുള്ളൂ. ഓക്കെ, ഒന്നും ആ നമ്പർ മാത്രമേ അതിൻ്റെ ഫാക്ടറായിട്ട് വരുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2 ഒരു പ്രൈം നമ്പറാണ്. കാരണം 2 നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുള്ളൂ? 1 × 2 = 2 കേട്ടോ. 1ഉം ആ നമ്പർ മാത്രമേ അതിൻ്റെ ഫാക്ടറായിട്ട് കിട്ടുള്ളൂ. ഓക്കെ, പക്ഷെ എന്താ 3 ഒരു പ്രൈം നമ്പറാണ്. കാരണം 1 × 3 = 3. ഓക്കെ, 1ഉം ആ നമ്പർ മാത്രമേ ഇതിൻ്റെ ഫാക്ടറായിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ പ്രൈം നമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1ഉം ആ സംഖ്യ മാത്രമേ ഇതിൻ്റെ ഫാക്ടറായിട്ട് കിട്ടുള്ളൂ. 4 ഒരു പ്രൈം നമ്പറാണ്. 4 ഒരു പ്രൈം നമ്പർ അല്ല. കാരണം എന്താ? 4 നമുക്ക് 1 × 4 എഴുതാം. എന്താണ് ഓഫ്കോഴ്സ് ആയിട്ട് നമുക്ക് 1 × 4 എഴുതാം. പക്ഷേ 4 നമുക്ക് അല്ലാണ്ട് കിട്ടും. എങ്ങനെ കിട്ടും? നമുക്ക് 2 × 2 ചെയ്താലും 4 കിട്ടില്ലേ? ഓക്കെ, അപ്പോൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ എന്താ, ഈ 2ഉം ഒരു ഫാക്ടറായിട്ട് വരുന്നുണ്ട് അല്ലേ? 2ഉം 1ഉം 4ഉം ഫാക്ടറൈസ് ആയിട്ട് വന്നു. അപ്പോൾ ഇതൊരു പ്രൈം നമ്പർ അല്ല. 1ഉം ആ നമ്പർ മാത്രം ഫാക്ടറായിട്ട് വന്നാലും ഇതൊരു പ്രൈം നമ്പർ എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ 5 ഒരു പ്രൈം നമ്പർ ആണോ? അതെ, 1ഉം 5ഉം മാത്രമേ ഫാക്ടറായിട്ട് വരുന്നുള്ളൂ. അപ്പോൾ 5 ഒരു പ്രൈം നമ്പറാണ്. പക്ഷേ 6 എന്ന് പറയുന്നത് 1 × 6 ഓക്കെ എഴുതാം. പക്ഷെ അതേപോലെ തന്നെ നമുക്ക് 6 എങ്ങനെയാണ് കിട്ടും? 2 × 3 ചെയ്താലും 6 കിട്ടില്ലേ? അപ്പോൾ 2ഉം 3ഉം 6ഉം ഫാക്ടറായിട്ട് വരുന്നതുകൊണ്ട് 6 ഒരു പ്രൈം നമ്പർ അല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് പ്രൈം നമ്പർ. 1ഉം ആ നമ്പർ മാത്രം ഫാക്ടറായിട്ട് വരണം. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനത്തെ എത്ര നമ്പർ ഉണ്ടെന്ന് ഇതിൽ ചെക്ക് ചെയ്യാം. പ്രൈം നമ്പർ എന്താണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് പ്രൈം നമ്പേഴ്സ്? ഞാൻ റൗണ്ട് ചെയ്യാൻ പോവാണ്. 2 ഒരു പ്രൈം നമ്പറാണ്, 3 ഒരു പ്രൈം നമ്പറാണ്, 5 പിന്നെ എന്താണ് 7 പിന്നെ അല്ലേ 7 × 1 × 7 മാത്രമേ 7 കിട്ടുള്ളൂ. 8 പ്രൈം നമ്പർ അല്ല. കാരണം 1 × 8 കിട്ടും, 2 × 4 കിട്ടും, 4 × 2 എന്നൊക്കെ നമുക്ക് 8 കിട്ടും. അപ്പോൾ 8 ഒരു പ്രൈം നമ്പർ അല്ല. 9 ആണോ? 9 അല്ല. കാരണം 3 × 3 9 ആണ്. 1 × 9 9 ആണ് അല്ലേ? അപ്പോൾ 9 പ്രൈം നമ്പർ അല്ല. 10 പ്രൈം നമ്പർ അല്ല. 11 പ്രൈം നമ്പർ ആണ്. 12 പ്രൈം നമ്പർ അല്ല. കാരണം എന്താ? 6 × 2 എഴുതാം, 3 × 4 എഴുതാം, 1 × 12 എഴുതാം അല്ലേ? അപ്പോൾ 3ഉം 4ഉം 12ഉം ഒക്കെ എന്തിൻ്റെ പ്രൈം നമ്പർ ആയിട്ട് ഫാക്ടേഴ്സ് ആയിട്ട് വരും? 12ന്റെ ഫാക്ടേഴ്സ് ആയിട്ട് വന്നത് കൊണ്ട് 12 ഒരു പ്രൈം നമ്പർ അല്ല. 13 ഒരു പ്രൈം നമ്പർ ആണോ? അതെ, 13 നമുക്ക് 1 × 13 മാത്രമേ എഴുതാൻ പറ്റുള്ളൂ അല്ലേ? വേറെ 2 സംഖ്യകൾ ഇൻറ്റു ചെയ്താൽ 13 കിട്ടുമോ? ഇല്ല. അപ്പോൾ 13 ഒരു പ്രൈം നമ്പർ ആണ്. 14 അല്ല. കാരണം 7 × 2 വരും. 15 അല്ല. 3 × 5 വരും. 16 18 × 2 വരും. 17 17 ഒരു പ്രൈം നമ്പർ ആണ്. 18 അല്ല. 9 × 2 18 ആണ്. ഞാൻ 19 ഓഫ്കോഴ്സ് 19 ഒരു പ്രൈം നമ്പർ ആണ്. ഞാൻ 20 അല്ല. 21 അല്ല. 3 × 7 3 7 21 ഉണ്ട്. 22 അല്ല. കാരണം 11 × 2 22 വരും. 23 അതെ 23 പ്രൈം നമ്പർ ആണ്. 24 അല്ല. 25 അല്ല. 26 അല്ല അല്ലേ? 26 പ്രൈം നമ്പർ അല്ല. 13 × 2 26 വരും. 27 ഒരു 27 9 × 3 27 ആണ്. അത് പ്രൈം നമ്പർ അല്ല. 28 അല്ല. 29 13 × 3 39 ആണ്. അവിടെ 29 പ്രൈം നമ്പർ അല്ല. 29 30 പ്രൈം നമ്പർ അല്ല. 31 അല്ല. 31 പ്രൈം നമ്പർ ആണ്. ഓക്കെ, 31 പ്രൈം നമ്പർ ആണ്. 32 അല്ല. 33 അല്ല. 34 അല്ല. 35 ഇല്ല. 36 ഇല്ല. 37 ഓക്കെ 38 ഇല്ല. 39 40 ഇല്ല. 41 ഇല്ല. 41 42 43 44 45 46 47 47 പ്രൈം നമ്പർ അല്ലേ? 48 49 അല്ല.
50 അല്ല. ഓക്കെ, 41 ഒരു പ്രൈം നമ്പർ ആണെന്നാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യേ, നമ്മൾ ജസ്റ്റ് ഒന്ന് അവസാനം റൗണ്ട് ചെയ്തിട്ട് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഇവിടെ ആണെങ്കിൽ 41ഉം 43ഉം പ്രൈം നമ്പർ തന്നെയാണ്. ഓക്കെ, ഇത്ര ഉള്ളൂ എന്നാണ് ഞാൻ ചെക്ക് ചെയ്തപ്പോൾ ഇത്രേ ഉള്ളൂ പ്രൈം നമ്പേഴ്സ് അല്ലേ. നിങ്ങൾ കൂടി ചെക്ക് ചെയ്യാം കേട്ടോ. അത് ജസ്റ്റ് കൗണ്ട് ചെയ്തോ, എത്ര പ്രൈം നമ്പേഴ്സ് നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. 1 2 3 4 5. 1 പ്രൈം നമ്പർ അല്ല കേട്ടോ, 1 പ്രൈം നമ്പർ അല്ല, 1 ഇൻക്ലൂഡ് ചെയ്യരുത്. ഓക്കെ, 1 വന്ന് തന്നെയാണ്. 1 ഇൻറ്റു 1 ആണ് 1 എന്നുണ്ടെങ്കിലും 1 നമ്മൾ പ്രൈം നമ്പർ ആയിട്ട് പറയില്ല. ഓക്കെ, 2 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 അല്ലേ. 15 പ്രൈം നമ്പേഴ്സ് ആണ് ഉള്ളത് അല്ലേ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ പ്രൈം നമ്പർ, അപ്പോൾ ഈ 1 മുതൽ 50 വരെ അതിൻ്റെ ഇടയ്ക്ക് എത്ര പ്രൈം നമ്പേഴ്സ് ഉണ്ട്? 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. നിങ്ങൾ കൗണ്ട് ചെയ്യുക അവസാനം 1 2 3 4 5 അതുപോലെ 15 പ്രൈം നമ്പേഴ്സ് ഉണ്ട്. ഈ സർക്കിൾ ചെയ്തിരിക്കുന്നതാണ് പ്രൈം നമ്പറുകൾ. ഓക്കെ, അപ്പോൾ 15 പ്രൈം നമ്പറുകളാണ് മൊത്തം ഉള്ളത്. ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് നമ്പേഴ്സ് എത്രയാണ്? 50 അല്ലേ. 1 തുടങ്ങി 50 വരെ ടോട്ടൽ നമ്പർ 50. അപ്പോൾ എന്ത് വരും? 5ന്റെ ടേബിൾ വെട്ടി കളയാലോ. എന്ത് വരും? 3/5 3/10 എന്ന് വരും അല്ലേ. 5 × 3 15, 5 × 10 50. ഓക്കെ, അപ്പോൾ 3/10 എന്ന് വരും. ഇപ്പോൾ നമുക്ക് പ്രോബിലിറ്റി 3/10 ഇല്ല. ഓക്കെ, 3/10 ആണ് എന്നിട്ട് പ്രോബിലിറ്റി പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/10 ആണ്. ഇനി എന്താണ് പ്രോബിലിറ്റി ചോദിച്ചത്? 5ന്റെ 5ന്റെ ഗുണിതങ്ങളാവാനുള്ള പ്രോബിലിറ്റി ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ മൾട്ടിപ്പിൾസ് ഓഫ് 5, ഇപ്പോൾ 5ന്റെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് മൾട്ടിപ്പിൾ ഓഫ് 5. മൾട്ടിപ്പിൾ ഓഫ് 5 3 4 ഒക്കെ മാറി മാറി ചോദിക്കാം. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ എഴുതിയിട്ട് ഏതൊക്കെയാണ് പിക്ക് ചെയ്തിട്ടാൽ മതി. ഇവിടെ 5 ആണ് ചോദിച്ചത്, 5ന്റെ ഗുണിതങ്ങൾ. അപ്പോൾ 5ന്റെ ടേബിളിലുള്ള നമ്പേഴ്സ് 1 × 5 5 അല്ലേ. അപ്പോൾ ഈ നമ്പർ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഷെയ്ഡ് ചെയ്യാം. ഓക്കെ, 5 ഈ നമ്പർ അതിന് ഷെയ്ഡ് ചെയ്താൽ ടിക്ക് മാർക്ക് ഇടാം. ഓക്കെ, 5 5 × 2 10, 5 × 3 15, 5 × 4 20 അല്ലേ. 5 × 5 25, 5 × 6 30 എന്താണ്. പിന്നെ 5 × 7 35, 5 × 8 40, 5 × 9 45, 5 × 10 50. ഓക്കെ, അപ്പോൾ എത്ര മൾട്ടിപ്പിൾസ് ഉണ്ട് 5ന്റെ? 1 2 3 4 5 6 7 8 9 10. 10 മൾട്ടിപ്പിൾസ് ആണുള്ളത് അല്ലേ. 10 എണ്ണം ഡിവൈഡ് ബൈ മൊത്തം ടോട്ടൽ നമ്പേഴ്സ് എത്രയാണ്? 50. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും? 1/5. ഓക്കെ, 1/5. നമ്മളുടെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? ഏത് നമ്പർ ചൂസ് ചെയ്താണ് നിങ്ങൾക്ക് എന്താണ് നമ്മളൊരു നമ്പർ എടുക്കാൻ ചൂസ് ചെയ്യണം. അത് 5ന്റെ മൾട്ടിപ്പിൾ ആവോ അല്ലെങ്കിൽ എന്താണ് ഒരു 3യുടെ പ്രൈം നമ്പർ ആണോ ചൂസ് ചെയ്യണം അല്ലേ. അപ്പോൾ എങ്ങനെ നമുക്ക് വിജയിക്കാനുള്ള സാധ്യത എന്താണ്? നമ്മൾ എടുക്കുന്ന നമ്പർ നമ്മൾ എന്തെന്ന് ചൂസ് ചെയ്താൽ നമുക്ക് ജയിക്കാനുള്ള സാധ്യത? ഇതിൽ ഏത് കിട്ടാനുള്ള ചാൻസാണ് കൂടുതൽ? ജസ്റ്റ് ഒന്ന് ഞാൻ തന്നെ ഫ്രാക്ഷൻ ഡെസിമലാക്കാണ്. 3/10 എന്ന് പറഞ്ഞാൽ 0.3. അപ്പോൾ ഇതിൻ്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത് പ്രൈം നമ്പർ കിട്ടാനുള്ള പ്രോബിലിറ്റി 0.3 ആണ് അല്ലേ. ഇനി ഒരു 5ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണെന്ന് നോക്കാം നമുക്ക്. 1/5 അപ്പോൾ 0.2 അല്ലേ. അപ്പോൾ എന്താ 0.2 ആണ് എന്തിൻ്റെ പ്രോബിലിറ്റി? ഈ മൾട്ടിപ്പിൾ ഓഫ് 5ന്റെ മൾട്ടിപ്പിൾ കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് സംഭവിക്കുക? ഏത് ചൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് കിട്ടുക? നിങ്ങൾ പ്രൈം നമ്പർ ചൂസ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു എന്ത് കിട്ടുക? ജയിക്കാനുള്ള സാധ്യത കിട്ടുക. കാരണം എന്താ 0.3 ആണ് 0.2-നേക്കാൾ വലുത് അല്ലേ. 0.3 പ്രോബിലിറ്റി ഉള്ള നിങ്ങൾ എന്തെന്ന് പറയണം? നിങ്ങൾ എടുക്കുന്ന നമ്പർ പ്രൈം നമ്പർ ആണെന്ന് പറഞ്ഞാലാണ് നിങ്ങൾക്ക് ജയിക്കാനുള്ള സാധ്യത കൂടുതൽ. കാരണം എന്താ നിങ്ങളിങ്ങനെ ഫ്രാക്ഷൻ അങ്ങനെ ചോദിക്കുമ്പോൾ ഏതാണ് സാധ്യത കൂടുതൽ ചോദിക്കുമ്പോൾ ഈ ഫ്രാക്ഷൻ നിങ്ങൾ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യുക. എന്നിട്ട് ഏതാണ് ഗ്രേറ്റർ നമ്പർ നോക്കുക, ആ ഗ്രേറ്റർ നമ്പർ ആയിരിക്കും പ്രോബിലിറ്റി കൂടുതലുള്ളത് അല്ലേ. അപ്പം അങ്ങനെ നമുക്ക് അതിൻ്റെ ചാൻസ് മേടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ അറിഞ്ഞപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് a bag contains
3 red beads and 7 green beads. Another contains 1 red and 1 green more. The probability of getting a red from which bag is more? Okay, അപ്പോൾ നമ്മൾ ചോദ്യം ശ്രദ്ധിച്ച് വായിക്കുക. ഒരു ബാഗിൽ 3 റെഡ് ബോളും 7 ഗ്രീൻ ബീഡ്സ് മുത്തുകളും ഉണ്ട്. അതേപോലെ തന്നെ വേറൊരു ബാഗ് ഉണ്ട്. അതിലെന്താ പറഞ്ഞിട്ടുള്ളത്? കണ്ടെയ്ൻസ് 1 റെഡ് ആൻഡ് 1 ഗ്രീൻ എന്നല്ല പറഞ്ഞിട്ടുള്ളത്, 1 റെഡ് ആൻഡ് 1 ഗ്രീൻ മോർ. അപ്പോൾ എത്രയുണ്ട്? ഈ ബാഗിലുള്ളതിനേക്കാളും ഒരു റെഡും ഒരു ഗ്രീനും കൂടുതൽ. അപ്പോൾ ആ ബാഗിൽ എത്ര റെഡ് ഉണ്ടാവും? 4 റെഡും 8 ഗ്രീനും. അതാണ് നിങ്ങൾ 1 എന്ന് വെച്ച് പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിക്കാണ്ട് എഴുതിച്ച് തെറ്റിപ്പോവും. 1 മോർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബാഗിൽ എത്ര നമ്പറാണോ ഉള്ളത് അതിനേക്കാൾ ഒരെണ്ണം കൂടുതൽ എന്തുണ്ടാവും? അപ്പുറത്തെ ബാഗിൽ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ബാഗിൽ 3 റെഡ് ബോൾസ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ബാഗിൽ 4 റെഡ് ബീഡ്സ്. ഓക്കെ, ഈ ബാഗിൽ 7 ഗ്രീൻ ബീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ ബാഗിൽ 8 ഗ്രീൻ ബീഡ്സ് ആണ് ഉള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് ബാഗിൽ നിന്ന് നമുക്ക് 2 ബാഗിൽ നിന്ന് നമ്മൾ ഓരോ ബോൾ എടുക്കണം അല്ലേ? അപ്പോൾ ഏത് ബാഗിൽ നിന്ന് ബോൾ എടുക്കുമ്പോൾ എന്താണ് റെഡ് ആവാനുള്ള സാധ്യത കൂടുതൽ നമ്മൾ ഏത് ബാഗിൽ നിന്ന് എടുക്കുമ്പോഴാണെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ എന്ത് ചെയ്യണം? പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. പ്രോബിലിറ്റി ഏതാണ് കൂടുതൽ നോക്കണം. അപ്പോൾ ആ ബാഗിൽ നിന്ന് റെഡ് എടുത്താലാണ് നമ്മൾ ജയിക്കാനുള്ള സാധ്യത കൂടുതൽ അല്ലേ? അപ്പോൾ നമുക്ക് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബാഗിൽ എന്താ ഉള്ളത്? ഫസ്റ്റ് ബാഗിലുള്ളത് 3 റെഡ് ബോൾസും 7 ഗ്രീൻ ബോൾസും. ഓക്കെ, ബീഡ്സ് ആണെങ്കിൽ മുത്തുകൾ കേട്ടോ. ബോൾസ് അതായത് ബീഡ്സ് ആയാലും ശ്രദ്ധിക്കാൻ നമുക്ക് കാര്യമില്ല, നമുക്ക് എണ്ണത്തിൻ്റെ മാത്രമേ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുള്ളൂ. അപ്പം 3 റെഡ് ബീഡ്സും ഉണ്ട്, അവിടെ 7 ഗ്രീൻ ബീഡ്സും ഉണ്ട്. ഇനി സെക്കൻഡ് ബാഗിൽ എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റ് ബാഗിലുള്ളതിനേക്കാളും 1 കൂടുതൽ. അപ്പോൾ 3 + 1 4 റെഡ് ബീഡ്സും ഉണ്ടാവും, 7 + 1 8 ഗ്രീൻ ബീഡ്സും ഉണ്ടാവും അല്ലേ? നമ്മളോട് ചോദ്യം ഏത് ബാഗിൽ നിന്ന് റെഡ് കിട്ടാനാണ് സാധ്യത കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? 2 ബാഗിലെയും റെഡിൻ്റെ പ്രോബിലിറ്റി കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ബാഗിൽ ടോട്ടൽ എത്ര ബീഡ്സ് ഉണ്ട്? 3 + 7 10 ബീഡ്സ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. ഓക്കെ, സെക്കൻഡ് ബാഗിലോ 8 + 4 റെഡും 8 ഗ്രീനും. അപ്പോൾ സെക്കൻഡ് ബാഗിലാണെങ്കിൽ 12 ബീഡ്സ് ആണ് ടോട്ടൽ ആയിട്ടുള്ളത്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഇതാണ് റെഡ് ബീഡ് ഫ്രം ഫസ്റ്റ് ബാഗ്. ഓക്കെ, ആദ്യത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ അല്ലെങ്കിൽ റെഡ് ബീഡ് കിട്ടാനുള്ള സാധ്യത എത്ര? അപ്പോൾ ആദ്യത്തെ ബാഗിൽ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പം ആദ്യത്തെ ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 3 റെഡ് ഉണ്ട് അല്ലേ? 3 ഡിവൈഡഡ് ബൈ അതിൽ ആ ഫസ്റ്റ് ബാഗിൽ മൊത്തം എത്ര ബീഡ്സ് ആണുള്ളത്? 10. അപ്പോൾ 3/10. ഓക്കെ, 3/10 ആണ് ഫസ്റ്റ് ബാഗിൽ നിന്ന് നമുക്ക് റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറയുന്നത് 3/10 ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ റെഡ് ബീഡ് ഫ്രം സെക്കൻഡ് ബാഗ്. രണ്ടാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബീഡ് കിട്ടാനുള്ള സാധ്യത എത്രയാണ് ചോദ്യം. ഓക്കെ, രണ്ടാമത്തെ ബാഗിന്റെ കാര്യം മാത്രം നോക്കാം. രണ്ടാമത്തെ ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 4 റെഡ് ഉണ്ട്. മൊത്തം എത്ര ബീഡ് ഉണ്ട്? 4 + 8 12 ബീഡും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ഷോർട്ട് ചെയ്യാൻ പാടില്ലേ? എന്താണ് 4ന്റെ ടേബിളിൽ 4 × 3 ആണ് 12 അല്ലേ? 1/3 ഇതാണ്. ഓക്കെ, 1/3 3/10. ഇവിടെ ചോദ്യം ഇതാണ്, ഏത് ബാഗിൽ നിന്നാണ് നമുക്ക് കൂടുതൽ പ്രോബിലിറ്റി റെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതൽ ഏത് ബാഗിൽ നിന്നാണ്? ഫസ്റ്റ് ബാഗിന്റെ പ്രോബിലിറ്റി എത്രയാണ്? 3/10. 3/10 എന്ന് പറയുമ്പോൾ 0.3 അല്ലേ? 3/10 എന്ന് പറയുമ്പോൾ 0.3 ആണ്. സെക്കൻഡ് ബാഗിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/3. 1/3 എന്ന് പറയുമ്പോൾ 0.3910 തന്നെ വരും 3 വരും 0.333 എന്ന് വരും അല്ലേ? അപ്പോൾ 1/3 ആണ് വെയിറ്റ്. കുറച്ച് പോയിന്റ് അത് 0.3 ഇട്ടും 0.33 എന്ന് കണ്ടിന്യൂ ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്നാണ് ഒരു പൊടിക്ക് ഇങ്ങനെ പ്രോബിലിറ്റി കൂടുതൽ? സെക്കൻഡ് ബാഗിൽ നിന്നാണ് നമുക്ക് കിട്ടാനുള്ള പ്രോബിലിറ്റി കൂടുതൽ. അങ്ങനെ 1/3 ഈസ് ഗ്രേറ്റർ ദാൻ 3/10 എഴുതാം. ഓക്കെ, അപ്പോൾ പ്രോബിലിറ്റി കൂടുതൽ ഏത് ബാഗിൽ നിന്നാണ്? സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി ആണ് നമുക്ക് കൂടുതൽ. ഓക്കെ, അപ്പോൾ ഞാൻ കണ്ടുപിടിക്കും. ഓക്കെ, 2 പ്രോബിലിറ്റി വരുമ്പോൾ ആ പ്രോബിലിറ്റിയുടെ ഡെസിമലായിട്ട് കൺവേർട്ട് ചെയ്യാം. എന്നിട്ട് ഏതാണ് വലുതെന്ന് നോക്കുക. അപ്പോൾ അതിൽ നിന്ന് ആക്കി നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പേരുള്ളത്. 1/3 ആണ് 3/10 ഗ്രേറ്റർ. അപ്പോൾ 1/3 ഉള്ള പ്രോബിലിറ്റിയുള്ള ബാഗ് ഏതാണ്? സെക്കൻഡ് ബാഗ്. അപ്പോൾ സെക്കൻഡ് ബാഗിൽ നിന്ന് കിട്ടാനാണ് സാധ്യത കൂടുതൽ, റെഡ് കിട്ടാനുള്ള സാധ്യതയാണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെക്ഷനിലെ എക്സസൈസ് കഴിഞ്ഞു. ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എവിടെ ഗൈഡിലൊക്കെ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എല്ലാവരും എളുപ്പമുള്ളതാണ്. നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ വേറെ ലോജിക്കൊന്നും ഇങ്ങനെ വേറെ ഇക്വേഷൻസ് ഒന്നും കാണപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എഴുതുക. ഇത്രയ്ക്ക് സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് കേട്ടോ.
അപ്പോൾ നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുക, പുറമേ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. ടെസ്റ്റുകളിൽ മാത്രം ക്വസ്റ്റ്യൻ ചെയ്യരുത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാം. ഓക്കെ, ഇത് കുറച്ചുകൂടെ എന്താണ് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്നൊക്കെ ഐഡിയ കിട്ടും. ഏത് ചാപ്റ്റർ ആയാലും നിങ്ങൾ പ്രീവിയസ് ഒരു 5 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ആ മോഡലിൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇക്കൊല്ലോ ചോദിക്കുള്ളൂ അല്ലേ. ഏകദേശം ഒരു 5 കൊല്ലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏകദേശം ആ ചോദിക്കുന്ന രീതി മനസ്സിലാവും. ഓക്കെ, ഇവിടെ നിന്നൊക്കെയാണ് വരാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതുകൊണ്ട് നോക്കിയിട്ട് അതിലെ പ്രോബ്ലംസ് ഞാൻ പറ്റാതെ ചെയ്യിക്കാം. എക്സാമിനൊക്കെ നമ്മൾ ഇടുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമാണ്. ഓക്കെ, എക്സാമിന് ടെസ്റ്റ് പേപ്പറിനൊക്കെ ഇടുന്നത് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യമാണ് ഇടാറ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതുകൊണ്ടൊക്കെ പഠിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത് നമ്മുടെ സെക്ഷൻ എന്ന് പറയുന്നത് ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ആണ്. അത് എളുപ്പമാണ്, പക്ഷേ എന്താണ് നമുക്ക് ഫിഗർ വന്നിട്ട് അതിൻ്റെ പ്രോബബിലിറ്റിയാണ് ചോദിക്കുന്നത്. അതിന് ഇതിന് അത് പെട്ടെന്ന് അങ്ങനെ എടുത്ത് എഴുതാൻ പറ്റില്ല. നമ്മൾ ഈ ഏരിയ ഒക്കെ കണ്ടുപിടിച്ചിട്ട് വേണം അതിൻ്റെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് ആ സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. ഓക്കെ, താങ്ക് യു.